ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷം ആണ് സൂപ്പർ മാർക്കറ്റ് നമ്മൾ ലൈവ് ഇടുന്നത്. ലൈവ് അല്ല, വീഡിയോ ഇടുന്നത്. 2 ദിവസം ലൈവ് ഇട്ടായിരുന്നു കേട്ടാ. 2 ദിവസം ലൈവ് ഇട്ടതും പിന്നെ വേറെ കുറച്ച് റെൻ്റ് ഇതൊക്കെ കൂട്ടിയിട്ടൊരു $51,000 ആയിട്ടുണ്ട് നമ്മളെ കയ്യിൽ. അയ്യോ, അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്തത്. ഇതിന് ഫണ്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയായി തുടങ്ങി. പിന്നെ പണിയായി തുടങ്ങിയെന്നല്ല, ലൈക്ക് എക്സ്പെൻഷനൊക്കെ കൊടുക്കത്ത റേറ്റാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനുള്ളത് പറഞ്ഞല്ലോ, നമുക്ക് മൂന്ന് എക്സ്പെൻഷൻ ഒറ്റയടിക്ക് ചെയ്യാൻ പോവുക ഷോപ്പിലോട്ട്. അപ്പോൾ കട കുറച്ചുകൂടി വലുതാവും. ഇത് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക കേട്ടാ. കുറേ സാധനങ്ങൾ സ്റ്റോക്ക് തീർന്നിട്ടിരിക്കുക. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇതിലോട്ട് കിടക്കാം. ഈ റോ മൊത്തം തീർന്ന്, ഈ റോ ഫുള്ളൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. എക്സ്പാൻഷൻ 50,000 വേണമെന്ന് തോന്നുന്നു കേട്ടാ. എക്സ്പെൻഷന് 50,000 അടുത്തേക്കോ 50,000 അങ്ങനെ എന്തോ കറക്റ്റ് എമൗണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് കട തുറന്നു വെച്ചിട്ടാണ് ഇനി പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. 3 കാഷ്യറില്ലേ, പണിയെടുക്കട്ടെ അവന്മാരെ അങ്ങോട്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഇത് മാത്രം ഈ സൈഡും, പിന്നെ അവിടെ എന്തെങ്കിലും കുറവുണ്ടോ? അവിടെ വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. അത് മാത്രം ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എക്സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഇനി ഹാൻഡ് വാഷ് ഒരു 5 ഇരിക്കട്ടെ. ഇതും ഒരു 5 ഇരിക്കട്ടെ. $770 അവിടെ പോയി. ഹാർപ്പിക്കൊരു 4, 76 ആയിട്ടുള്ളൂ. ഓക്കെ, കറക്റ്റ് $50,094 എന്തെങ്കിലും കിട്ടണോ? ഇങ്ങനെ കറക്റ്റ് ആക്കാൻ പറ്റുമോ എന്നൊരു കണക്ക് നോക്കിയതാ. വിശ്വാസം ഇനി വേണ്ടിയിരുന്നു തോന്നണേ. ആ സാധനം ഫുള്ളി സ്റ്റോക്ക് കയറുന്ന അവിടെ. എങ്ങനെ ഒറ്റയടിക്ക് തീർന്നെന്ന് ഞാൻ നോക്കണേ. അതിന് ഇത്ര അത്യാവശ്യം വന്നാ അത് തീർന്നു കേട്ടോ. കൊണ്ടും വെച്ചത് ഉണ്ട്. അപ്പോൾ ഷോപ്പ് എക്സ്പാൻഡ് ചെയ്തിട്ട് അടുത്തത് നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം. കുറച്ചുകൂടി പ്രൊഡക്ട്സ് വന്നാൽ നമുക്ക് കുറച്ചും കൂടി പണി കൂടും. അതാണ് എനിക്കൊരു വിഷമം. ഇപ്പം ഈ വെക്കുന്ന പോലെ തന്നെ അതിൻ്റെ സ്റ്റോക്ക് നോക്കണ്ടേ. നമ്മൾ സ്റ്റോക്കൊന്നും കാര്യമില്ല, നമ്മൾ എപ്പോഴേലൊക്കെ നോക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കേണ്ടി വരും. അപ്പോൾ വലിയ പ്രശ്നം വരത്തില്ല. ഹാർപ്പിക്കിന് എത്ര ഇരുന്ന്? 2 ഹാർപ്പിക്കും ഇതൊരു 2 അവിടെ. ഇത് ഇത്ര അധികം റേറ്റ് ഉണ്ടായിരുന്ന വേണ്ട, നീലത് വേണ്ട. നമുക്ക് 2 ഹാർപ്പിക്കും മാത്രം മതി. വാട്ടർ, വെള്ളം വേണം. കറക്റ്റ് അല്ല കേട്ടാ. പൈസ വ്യത്യാസം വന്നു. പൈസ അല്ല, $5 വ്യത്യാസം വന്നു. 3 വെള്ളം മതിയായിരുന്നു കേട്ടാ. അയ്യോ, കട തുറന്നിട്ടില്ല. കട തുറന്നാക്കട്ടെ, അപ്പം അതിലെ കാശ് ഇട്ടോളൂ. അപ്പോൾ നമുക്ക് കട തുറന്നിട്ട് എക്സ്പെൻഷനിലോട്ട് എടുക്കാം. കട തുറക്കട്ടെ. വന്നോളൂ. ഇതെന്തൊരു കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് തീർന്ന്. ഇവിടെ എന്തോ പെട്ടിരുന്നല്ല, കൊക്കക്കോള യെസ്, അതും തീർന്നിട്ടി. ഇനിയൊന്നുമില്ല. ഇത് കുറച്ച് കൂടുതൽ നേരത്തെ സ്റ്റോക്ക് എടുത്തതാ, കുറച്ച് കൂടിപ്പോയി. ഇതൊന്നും വലിയ പ്രശ്നമല്ല. അപ്പം നമുക്ക് ചിക്കൻ കഴിഞ്ഞ് ഇതിൻ്റെ അകത്തുണ്ടോ? അതിൻ്റെ അകത്തുണ്ട്, എന്നൊക്കെ ഉള്ളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ റെൻറ്റ്
അല്ല ആ 50,000 ഉണ്ട് കേട്ടോ. 50,000 ഉണ്ട്, കറക്റ്റ് $50,000 ഉണ്ട്. ഗ്രോത്ത് ബില്ല് പറയണ്ടല്ലേ. ഇതൊരു $2 എന്തിന്റെ ബില്ല? ടുമാറോയാ? നാളേക്കുള്ള ബില്ല് ഇന്ന് തന്നെ വന്നാ? ഓഹോ. അപ്പോൾ 50,000 നിന്ന് പർച്ചേസ് ഒന്ന് എവിടേക്കാ വന്നത്? ഓക്കെ, ഇങ്ങോട്ട് വന്ന് കേശവനുള്ള സ്ഥലമായി. അതിലെന്തി എടുത്തേ? ഓ, ഇങ്ങോട്ടായിരുന്നു. 2 ഇവിടെ മോനെ വലുതായി കേട്ടോ, വലുതായി. അവിടെ എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട്, ഞാൻ തന്നെ ചെയ്യും. അത് കാണിച്ചു തരാം. 20,000. ഓ, $2,000 ബാക്കി. പിച്ചക്കാരൻ ഹേ ഇല്ല, കിടക്കട്ടെ, അല്ലെങ്കിൽ കൊണ്ടുപോകും. ഇത് എനിക്ക് ഉദ്ദേശിച്ച പരിപാടിക്കുള്ള സ്ഥലമുണ്ട് കേട്ടാ. ഇവിടുത്തെ എൻ്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ, ഈ സാധനമൊക്കെ അത് നമുക്ക് ലാസ്റ്റ് ഓർഡർ ചെയ്യാല്ലേ. ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സെക്ഷനാണ്. ലൈക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫ്രിഡ്ജ് ആക്കും. ഇനി ചെയ്തിട്ട് കാണിച്ചു തരാം. ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ. ഗ്യാപ്പില്ല, സെറ്റ്. ഓൺലി ഫോർ ഫ്രിഡ്ജസ് ആട്ടെ. ഓക്കെ, അതവിടെ സെറ്റ്. കുടിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വാ. വേറെ ഒന്നും കൊണ്ടായില്ല. ഇങ്ങോട്ട് വാ. ഒടിച്ചിക്കുന്ന ഇത് മിഡിലാക്കിയാല് ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടുന്ന് ഓക്കെ. ഈ വര കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പാട്. എടാ നേരെ ഇരിക്കടാ. അത് വെച്ച് ഓക്കെ, അതും വെച്ച് ഇനി ഡ്രിങ്ക്സിൻ്റെ സെക്ഷനൊന്നും ഇല്ല കേട്ടോ. ഗ്യാപ്പ് വന്നു കേട്ടോ അവിടെ. ഈ ചീസ് അങ്ങനെ കൊന്നിലോട്ടാക്കണം. മാറ്റാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ അത്യാവശ്യം ഒരു സ്പേസ് ഇട്ട് ചെയ്യുന്നത് കേട്ടാ. നടുവിലൊക്കെ അത്യാവശ്യം ഗ്യാപ്പ് വരും. കുറച്ച് പുതിയ ഷെൽഫ് വാങ്ങിക്കാനുണ്ട്, ഫ്രിഡ്ജ് വാങ്ങിക്കാനുണ്ട്. ഫ്രീസർ അവിടെ കൊടുത്തിട്ടാലും ഒരു കറക്റ്റ് ഒരു ഐഡിയ ഇട്ടോളൂ എത്ര സ്പേസ് വേണമെന്നുള്ളത്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഇത് ഏതാ ഫ്രണ്ട് ആക്കും? ഇതായിരിക്കുമല്ലേ? അതന്നെ. ഇങ്ങനെ എടാ മാറ വഴിന്ന് ഇവിടെ കൊള്ളം നാറി വഴി വന്നിട്ട് വെക്കുന്ന താടിയും കാണിച്ചു വെക്കുന്നതിൻ്റെ. ഓക്കെ, സെറ്റ്. ഓ, ലൈറ്റിലല്ലേ? ഇത് സെൻറ്ററാണ്.
ലൈറ്റ് അപ്പോൾ പുതിയ ലൈറ്റ്സ് വേണ്ടി വരും. 7 മണിയായിരുന്ന ഇങ്ങോട്ടും കൊണ്ടുവന്ന ഫ്രിഡ്ജിന്റെ ലോകം. അതാണ് എൻ്റെ ഒരു എയിം. ഈ സെക്ഷനൊക്കെ പൊളിക്കേണ്ടി വരുമല്ലേ? കുഴപ്പമൊന്നുമില്ല, കുറച്ച് സ്ഥലം പോട്ടെ അങ്ങോട്ട്, ഒരു പ്രശ്നമില്ല. ഇവിടെ എങ്ങനെ ഇട്ടിരുന്നത്? ഫ്രണ്ടിലോട്ട് കയറി കിടക്കുന്ന രീതിയിലല്ലേ? ആ, ഇത് കറക്റ്റാണ്. കിടക്കണ്ട, ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് പോലോ. ചേച്ചി ഇത് കയ്യിൽ നിൽക്കുന്ന സാധനത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്ഥലം കിട്ടും കേട്ടോ. ഇവിടെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിനും ഫില്ല് ചെയ്ത് ഓക്കെ. അപ്പം അത് സെറ്റ്. ഇതിനെ കറക്റ്റ് സെൻറ്ററിലോട്ടാക്കണം. അത് സെറ്റ്. ഇപ്പോൾ ഒരു ലെവൽ ഇട്ടില്ലേ ഫ്രിഡ്ജ് 2? ഇയാളെന്തിനു കാണിക്കുന്നു? അപ്പം മാറോ? ആള് കുടുങ്ങിയേട്ടാ. പറോ എന്തോ പറ്റിയ ആൾക്ക്? ഹലോ, ആൾക്ക് എന്തോ ആയി? ഒന്നുമില്ല, ആരും കണ്ടിട്ടില്ല. നമുക്ക് ഇനി ഫ്രിഡ്ജ് വന്നാൽ വേണമെങ്കിൽ വെള്ളം കൂട്ടാൻ പറ്റില്ല അല്ലേ? പറ്റില്ല കേട്ടോ. ഓക്കെ, അതെങ്കിൽ ലൈറ്റില്ലാത്ത തന്നെ ഒരു അലമ്പ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റില്ലാത്തോണ്ടാ. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ലുക്കാവും. ഇനി ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ഷെൽഫ് അങ്ങോട്ട് തിരിച്ചിടും. ഓക്കെ, കൊള്ളാം. ഇതില് നമ്മൾ ഈ ഫ്രീസറിന്റെ മുകളിൽ ലൈറ്റ് ഇങ്ങനെ നിർത്തി വെക്കും. പിന്നെ ഫ്രിഡ്ജിന് ഗ്യാപ്പിട്ടിട്ട് ഓരോന്ന് നോക്കണം. ഈ ലൈറ്റിങ് ഓർഡർ വീണ്ടും മാറ്റേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞില്ലേ? പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിട്ടെ നമുക്ക് അങ്ങോട്ട് ഇടാം, ഒരു പ്രശ്നമല്ല അത്. ഓ, ഇവിടെ ഉണ്ടായിരുന്ന വന്നേ. ശരിക്കും ഒരു ഫ്രിഡ്ജിന്റെ വലിപ്പാണ്, ഒരു സൈഡിന്റെ വലിപ്പല്ലേ കേട്ടത്. അതുകൊണ്ട് ഇതിവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പം അത് സെറ്റ്. ഇനി ഒരു 1.5 വേണ്ടി വരുമല്ലേ ഫ്രിഡ്ജ്? ഇവിടെ വലിയ 3 ഫ്രിഡ്ജും ഒരു ചെറിയ ഫ്രിഡ്ജും. ഈ സൈഡിൽ 2, 3, 5 വലിയ ഫ്രിഡ്ജും 2 ചെറുതോടുള്ളത്. അപ്പം നമ്മളിങ്ങോട്ട് 2 വലിയ ഫ്രിഡ്ജ്. അപ്പോൾ 1, 2 വലിയ ഫ്രിഡ്ജ് ആയി തന്നെ ഇവിടെ ഫുള്ളാവൂല. 1, 2, 3, 4, 5. 1, 2, 3 വലിയ ഫ്രിഡ്ജ്. അതെങ്ങനെ കറക്റ്റാവും? 2 വലിയ ഫ്രിഡ്ജ് മതി.
ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. 56 കസ്റ്റമേഴ്സ്, 4700 ലാഭം. ഇപ്പം 4000 5000 കിട്ടും കേട്ടോ ക്യാഷ് ഡെയിലി. പാസ്ത സ്പെക്കറ്റും ഹണി ബീ സെറിയിലും കൂടി. പാസ്ത ഹണി ബീ സെറിയൽ അതല്ലേ? അല്ലല്ല, ഇതാണ് ഹണി ബീ സെറിയൽ അല്ല. ഇതാണ് ഹണി ബീ സെറിയൽ 6.3. എലോസ് പാത്ത് അല്ല, പാസ്ത സ്പെഗറ്റി 7.6 മതി. അപ്പം ഞാൻ 2 ഓപ്പണായിട്ടിരിക്കട്ടെ. കച്ചവടം നല്ല കാശ് ആവശ്യമുള്ളതാ. പേ മാർക്കറ്റ്, ഫർണിച്ചർ, 2 ഫ്രിഡ്ജ്, 4 ഫ്രീസർ, ഓർഡർ, ഫ്രീസർ. ബാക്ക് ചെയ്ത ഫ്രണ്ട് മനസ്സിലായില്ല. ഓക്കെ, അത് സെറ്റ്. അവിടെ തലഞ്ഞോയാ ഇല്ല. ഓക്കെ, അപ്പം അത് ഇത് എന്തൊരു ഗ്യാപ്പൊന്ന്. ഓക്കെ, അത് സെറ്റ്. അപ്പം ഇവൻ പുറത്തേക്കായി. ഇപ്പം കറക്റ്റായി സെറ്റ്. ഇനി ഫ്രിഡ്ജ് ഇവിടോട്ട് വെക്കാൻ സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ വെറുതെ ഡ്രസ്സിന് വെച്ച് വാങ്ങിച്ച് വെച്ച് നോക്കുന്നുള്ളൂ കേട്ടാ. കാശിൻ്റെ കുഴപ്പാ, അല്ലാണ്ട് എന്ത് പറയാൻ. ഓക്കെ, അത് സെറ്റ്. ഫ്രിഡ്ജ് എവിടാ? അവിടെ അതെന്തര് അവനിപ്പോ ചെയ്ത് കൊള്ളായിരുന്നു കേട്ടാ. നീ എന്തിനവിടെ തണ്ടത്തുനിന്ന് പണ്ടിക്കുന്നത് ബാല? ബാല ഇവിടെന്ന. അപ്പൊ നമുക്ക് പുതിയ ക്യാഷ് എടുക്കാൻ ടൈം ആക്കുക. ഇനി അയ്യോ, നമ്മളെ പണി എന്താന്ന് വെച്ചാല് ഇതൊക്കെ തിരിച്ച് ഇത് മുട്ടിച്ചിടണം. അതെ, ഇവിടെ ഒരു ഗ്യാപ്പ്, കുറച്ചുകൂടി ഗ്യാപ്പ് വേണമായിരുന്നു. ഒരു ഫ്രിഡ്ജ് എടുത്ത് മറിച്ചിട്ട ഗ്യാപ്പ് ഇട്ടില്ലേ? അതെ, ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയി അവിടെ. കൺജസ്റ്റഡ് നോക്കട്ടെ. കുറച്ച് സ്പേസ് ഇല്ലാണ്ട് എന്തോ പോലെ ഇവിടെ. എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലം ഇവിടെ ഇരി, നിന്നെ പിന്നെ കണ്ടോളാം.
എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കട്ടെ. ആരാണോ പോയത്? കുഞ്ഞപ്പനാണോ പോയത്? ഓക്കെ, അത് സെറ്റ്. ഞങ്ങളെന്തിനാ എറിയുന്നൊക്കെ സാധനം എടുക്കുന്ന? അത് സെറ്റ്. ഇതൊക്കെ എന്തൊരു അത് സെറ്റാണ് കേട്ടാ, ഇവിടെ വരെ സെറ്റാണ്. ഇനി എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ സാധനമൊക്കെ ഇത് വന്ന് മുട്ടിച്ചിടണം. ഓക്കെ, അത് സെറ്റ്. അത് സെറ്റ്. ഇവിടുത്തെ ഗ്യാപ്പ് കൊള്ളല്ലേ, എനിക്കും അത്തരം പോകാണ്ടൊരു ഗ്യാപ്പ്. അതവിടെ ഇരുന്നോട്ടെ, ഉള്ളൂ. ഇനി വീണ്ടും ഞാൻ സെക്ഷൻ വൈസ് തിരിക്കണ്ടേ, അത് ഞാൻ പിന്നീട് ചെയ്തോണ്ട. ഈ സാധനങ്ങൾ ഓരോ സെക്ഷനാക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം. അപ്പോൾ അതങ്ങനെ സെറ്റായി. ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ ഷേപ്പ് മാറ്റി. ഇനി ഇങ്ങനെ നേരക്കാക്കാൻ പോയി, നീളത്തിലൊരു വരി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതിയാ. കുറച്ച് ഗ്യാപ്പ്, നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്യണം. ഇതൊക്കെ ഇതൊക്കെ ഓ, ഇത് സ്ഥലം പോ. നമുക്ക് ആ ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടണം, കടയിലോട്ട് വരുന്ന ഒരു ഭാഗമല്ലേ. അപ്പോൾ അവിടെ കുറച്ച് ക്ലീൻ ആയിട്ടിരിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. തിരിഞ്ഞിരി സെറ്റ്. അതും സെറ്റ്. ഇനി അയ്യോ, അവനോട് ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടാ. ഇതിങ്ങനെ അയ്യോ ഗ്യാപ്പ് ആണല്ലേ. അത്യാവശ്യം ഗ്യാപ്പായില്ലേ. ഓക്കെ, അത് സെറ്റ്. അത്ര ഗ്യാപ്പ് ഇരുന്നോട്ടെ.
നമുക്ക് എങ്ങനെയായാലും കുറച്ചുകൂടി ഷെൽഫ് പൊളിക്കാറ്റണം. നല്ലോണം ഗ്യാപ്പായിപ്പോയാ. കുറച്ച് കൂടിപ്പോയല്ലേ. ഇരിക്കട്ടെ, ഗ്യാപ്പല്ലേ, കുഴപ്പമില്ല. ഇവന്മാരാണ് ഞാൻ ഇങ്ങോട്ട് വെക്കാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ഈ കെമിക്കൽ ഐറ്റംസ് ഫുൾ ഈ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കറക്റ്റാണോ? എന്നോട് എന്തെങ്കിലും എടുത്ത് മാറ്റിയായിരുന്നപ്പോ ഞാൻ വെച്ച സാധനം എടുത്ത് മാറ്റിയത്. അശ്ശോ, ഈ ടോയ്ലറ്റ് പേപ്പർ ഇവിടെ തന്നെ ഇരിക്കട്ടെ. അത് സെറ്റ്. ഇത് കെമിക്കൽ ഐറ്റംസാ. അവിടെ ഇരിക്കട്ടെ. പഴയ ഒന്നല്ലേ കുറച്ചുകൂടി അടിപൊളി. ഒരെണ്ണത്തിനും കൂടിയുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല ഇപ്പോൾ ഇവിടെ. കറക്റ്റ് ഒരെണ്ണത്തിനുള്ള ഗ്യാപ്പ് ഇല്ല. ഉണ്ടാക്കാല്ലേ? ഉണ്ടാക്കാം. കുറച്ച് സ്പേസ് വെച്ചിട്ട് രണ്ടാൾക്കാരൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാം. 9 കട അടച്ചൂടെ? സെറ്റ്. ഒരു കാശനും കൂടി വെച്ചാൽ കറക്റ്റ് 4 ആൾക്കാരുടെ സെറ്റായി. എൻ്റെ ഒരു സംഭവം എന്താ വെച്ചാ, ഇനി നമ്മൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇങ്ങോട്ട് വെച്ചാൽ കറക്റ്റ് കറക്റ്റാണ് ഇവിടെ ഫ്രിഡ്ജ്. കേട്ടാ, കൃത്യമാണ്. ഞാനിവിടെ ഒക്കെ വെക്കണം. ഇപ്പോട്ടെ കട പുറത്തിനൊക്കെ ഇതൊക്കെ എന്തായാലും. ഫ്രീസർ ഫ്രീസറൊക്കെ വാങ്ങിയിരുന്നിട്ട്. അതിന്റെ കാര്യം ഞാൻ മറന്നു കേട്ടാ. പുറത്ത് അങ്ങനെ ഫ്രീസർ എടുക്കുന്ന അത് സെറ്റ്. എന്നൊക്കെ 1 ആരംഭിക്കറേ. അയ്യോ, ഇതേ തീർന്നു കേട്ടാ. നേരം വെളുത്തിട്ടുള്ള വ്യൂ കാണിച്ചിരാം. അവിടെ ഞാൻ പണി പോലും എടുത്തില്ല. 4200 രൂപ ലാഭമൊക്കെ കിട്ടി. കൊള്ളാം. കുറച്ചും കൂടിയും അടുപ്പിച്ചിടാണ്ട്. ഇവിടെ കുറച്ച് ഇവിടെ വലിയ സീനില്ല. വലിയ പ്രശ്നമില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സൈഡും കൂടി ഇടാം. അത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതപ്പോൾ എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? ലൈറ്റ് വെക്കാണ്ട്, പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാണ്ട് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യാം. തൽക്കാലത്തിന് ഞാൻ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേനും ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ലൈറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ വെക്കാം. പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. പിന്നെ പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് സെറ്റാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ 3 പ്രൊഡക്റ്റ് ലൈസൻസ് അടുത്ത വീഡിയോയിൽ വാങ്ങിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. ബൈ ബൈ. ടാറ്റാ.